ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മുടെ നൈറ്റ് ഔട്ടിങ്ങും വിശേഷങ്ങളൊക്കെയാണ്. നമുക്കപ്പോൾ വഴിയേ കാണാം. ബസ്സിലെങ്ങോട്ടാ വെച്ച് പോണേ? ബസ്സിൽ പിടിച്ച് നിൽക്കാണോ? കാറിലാണ് നിൽക്കണേ? അതുകൊണ്ട് ഇരിക്കാൻ പറ്റും. പാർക്കില് പോയണ ആ കാറിപ്പോ ഇരുന്ന് പൊക്കൂടെ? ഇതിന് നിക്കണേ? ആ വണ്ടി പൊക്കോളും, നിനക്ക് ഇരുന്നൂടെ? എന്തിനു നിക്കണേ? ആ നിക്കൂല, അതാണ് ഇഷ്ടം. മുനക്കൊരുണ്ടാ? ഇവിടെ വേദനയുണ്ടാ ഇരിക്കാൻ? ആ ഇഷ്ടമാണല്ലേ നിക്കാനായിട്ട്? ഓക്കെ ശരിട്ടാ. വിച്ചുക്കുട്ടനെ അറിയാം. വിച്ചുക്കുട്ടൻ കളിക്കണ പാർക്കാണ്. വിച്ചുക്കുട്ടൻ്റെ സ്ഥലം എത്തിയതാണ്. അവൻ ആ ലക്ഷ്യം വിട്ട് അങ്ങോട്ട് ഓടിപ്പോവാണ്. ഇന്ന് മൂണിനെ നോക്കി ഭയങ്കര എന്താ പറയാ, ഇത് കാണുന്നത് മൂണാണ് കേട്ടോ. അവിടെ കാണുന്നത് മൂണാണ്. ഒരു ഭയങ്കര സാധാ കാണുന്ന സൈസിനേക്കാളും വലിയ സൈസുമാണ്. ഭയങ്കര ഒരു കളറും റെഡ് കളറിൽ. ഇതേ കണ്ടോ മൂൺ നോക്കി, നല്ല റെഡ് കളറായിട്ട്. ഇവിടെ ദേ കുറേ. അപ്പോൾ ദേ ഇവിടെ ദേ നല്ലൊരു വലിയ ഒഴിഞ്ഞ സ്പേസാണ്. അതുപോലെ തന്നെ ദേ ഇവിടെ ഒരു അടിപൊളി പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. മരത്തിൻ്റെ ബാക്കിൽ നല്ലൊരു ഭംഗിയുള്ള പള്ളിയാണ്. പക്ഷേ ഫ്രണ്ടിൽ ഇവിടെ മരം നിൽക്കണാറുണ്ട്, നമുക്ക് ആ വ്യൂ മനസ്സിലാവണില്ല. വേറെ ഡയറക്ഷനിൽ നോക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ദേ ഇവിടെയാണ് വിച്ചു എപ്പോഴും കളിക്കാറ്. ഇതുപോലെ തന്നെ ഇത് അവിടെ കണ്ടില്ലേ, സെയിം അതുപോലെ ഉണ്ട്. അതേപോലെ അവിടെ ഒരു 2-3 സെയിം കുട്ടികൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. വിച്ചു എപ്പോഴും ഇതാണ് പ്രിഫർ ചെയ്യാറ്. ഇതിനകത്ത് വിച്ചുവിന് ഏറ്റവും ഇഷ്ടം ദേതി കറങ്ങി വരുന്ന സംഭവമാണ്. അപ്പോൾ ആ സ്ലൈഡിലാണ് അവൻ കൂടുതൽ കയറി കളിക്കാറ്. അപ്പോൾ വിച്ചുവിൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ദേ ഇവിടെ നല്ല മണ്ണും കാര്യങ്ങളൊക്കെയാണ്. ഞാനപ്പോൾ ദേ ഇവിടെ ഇരിക്കും. എന്നിട്ട് കുറച്ച് നേരം മണ്ണിലൊക്കെ കളിച്ച് അവനെ നോക്കി ഇവിടെ കുറച്ച് നേരം ഇരിക്കും. ഇവിടെ ഇപ്പോൾ നല്ല ചൂടൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ നല്ലൊരു അടിപൊളി കാലാവസ്ഥ എന്ന് പറയാം. അതായത് ഒരുപാട് ചൂടുമില്ല, എന്നാൽ ഭയങ്കര തണുപ്പുമില്ല. ഇന്ന് നല്ല കാറ്റും, നമുക്ക് നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ ഇത് ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. അല്ലെങ്കിൽ നല്ല ചൂടൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മാക്സിമം പാർക്കിലൊക്കെ വരൽ നമ്മൾ അവോയ്ഡ് ചെയ്യും. ചൂടല്ലേ, അതിൻ്റെ ഇടയിൽ പിള്ളേരിങ്ങനെ ഓടിയും കളിച്ച് വയ്യാണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. വിച്ചുവിനെ ഫോട്ടോ എടുക്കാം. വിച്ചു പാർക്കിൽ കളിക്കണം എടുക്കാൻ. അതേ വിച്ചു എടുക്കണ്ട്. അങ്ങനെ വിച്ചു അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനൊക്കെ കുറച്ച് നേരം ഇവിടെ നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഏട്ടനൊക്കെ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ നടക്കണം എന്നൊക്കെ ഉണ്ട്, നാട്ടിലെ പോലെയല്ല. ഇവിടെ വന്നതിന് ശേഷം കുറച്ചെന്ന് പറഞ്ഞാൽ പറയില്ല, കുറച്ചധികം കൂടുതൽ വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചധികം കൂടുതൽ വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 5-6 മേലെ കിലോ വെച്ചിട്ടുണ്ട്. വിച്ചു വീഡിയോ എടുക്കണ്ട, വാ. വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് പക്ഷെ വെക്കണം നല്ലതാണ്. കാര്യക്ക് വെയിറ്റ് കുറവായിരുന്നു, അപ്പോൾ വെയിറ്റ് വെച്ചതിൽ പ്രശ്നമില്ല. പിന്നെ ഓവർ വെയിറ്റ് ആക്കണ്ട. അപ്പോൾ അതെൻ്റെ കൺട്രോൾ ചെയ്യണം. ഇവരിവിടെ കുറച്ച് നേരം നടക്കാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ചെക്കനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂണാണ്. ഇത് കണ്ടില്ലേ, അത് സാധാരണ കാണുന്ന പോലെ അല്ലല്ലോ. എനിക്ക് അത് കണ്ടിട്ട് മതിയാവുന്നില്ല. വീഡിയോയിൽ അത്രയ്ക്കും ക്ലിയർ അല്ല സത്യം പറഞ്ഞാൽ. ശരിക്കും നല്ല വലിയ സൈസിൽ റെഡ് കളറായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വാവ്, നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ, ഒരു പ്രത്യേക ഭംഗി. പിന്നെ എനിക്ക് ക്ലൈമറ്റ് ഒത്തിരി ഇഷ്ടമായി. നല്ല കാറ്റും. ഒരുത്തൻ അവിടെ മണ്ണിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതായിരിക്കും കേട്ടോ അവൻ്റെ പരിപാടി. പിന്നെ കുറച്ച് നേരം ഇവിടെ മണ്ണിലൊക്കെ കിടന്ന് ഉരുളും. പിന്നെ ഞാൻ വിചാരിക്കും ഓക്കെ അവൻ നടക്കട്ടെ. ഇപ്പം നമ്മൾ വീട്ടിലേക്കല്ലേ മണ്ണുള്ളൂ, അപ്പോൾ മണ്ണും
പൊടിയും ചെളിയൊക്കെ ആവട്ടെ, കുറച്ചൊക്കെ കുഴപ്പമില്ല, ഞാൻ വിട്ടു കൊടുക്കും. അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരുന്നാണല്ലോ ആളുടെ കളിയൊക്കെ. കണ്ടോ, അവൻ വേറെ ഒറ്റ സ്ലൈഡിലൊന്നും ഇത്രയും ചുറ്റും സ്ലൈഡ് ഇട്ടിട്ട് അവൻ അതിനകത്തൊന്നും കയറില്ല കേട്ടോ. ഇതിനകത്ത് തന്നെയാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ചു 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 ഇങ്ങോട്ട് വന്നേ, ഓടിവാ. പിന്നെ പിന്നെ ദേ കണ്ണില് പോട്ടാ, കല്ലൊക്കെ ഉണ്ടാവും. ഓ, അങ്ങനത്തെ ഒന്നും പെറുക്കിയൊന്നും എടുക്കണ്ട. അതേതോ കുഞ്ഞിവാവയുടെ ബുഷാണ്, മുടിയിലിടുന്നതാ. ഇതൊക്കെ ഗൈസിനോട് എന്നിട്ട് പറയാനുള്ളേ? പാർക്കിൽ വന്നതിന്റെ സംഭവം. പോവല്ലേ, ഇങ്ങോട്ട് വാ. സന്തോഷമുണ്ടോ പാർക്കിൽ വന്നതിന്റെ? വാ. ആരും പറയാനൊന്നും നേരില്ല, കളിയോട് കളിയാണ്. ഇവിടെ കുറച്ച് പിള്ളേരോടെ മണ്ണ് മാന്തി കോരി എറിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലേസിൽ എന്തായാലും കുട്ടികൾ കുറവുണ്ട്. അപ്പുറത്തൊക്കെ കാണില്ല, അതേപോലെ അങ്ങോട്ടൊക്കെ നിറയെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ടെൻഷനില്ല, പല കുട്ടികളായിട്ട് കൊളാബായി ഇടിച്ച് വീഴില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഒരുത്തൻ അയ്യോ അതെ കിടന്നൊക്കെ സ്ലൈഡ് ചെയ്യാൻ നോക്കണ്ട. ഓ, വേറൊരു വൈബ്. പിന്നെ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ മരത്തിൻ്റെ അവിടെയൊക്കെ പോയി ഇരിക്കുന്നത്, ഒരു ഗാർഡനിലെ പോലെ, അതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇവർ നിറയെ ബാക്കിലുണ്ട്, ഇവിടെ നിറയെ ട്രീസൊക്കെ ഉണ്ട്. നല്ല തണലാണ്, നല്ല രസമാണ്. അപ്പോൾ ഇരിക്കാനും കുറേ പ്ലേസ് ഉണ്ട്. ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അറ്റം മുതൽ അറ്റം വരെ തന്നെ. അപ്പോൾ അടിപൊളിയാണ്. ഏട്ടനൊക്കെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അവരിത് അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെച്ച് കണ്ടിട്ടില്ലാന്ന് അച്ഛനെ. ഓയ്യോ, അത് എന്തൊക്കെ കാണിക്കണം. നല്ല മണല്, ഇങ്ങനെ മണൽ വാരി കളിക്കാൻ തന്നെ നല്ല രസമാണ്. മണൽ വാരാൻ തന്നെ നല്ല പൊടി മണലാണ്. നമ്മൾ തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ മണലിൽ കളിച്ചു പോവും. അത്രയ്ക്കും നല്ല രസമാണ്, ഒരു വൈബാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം ഉണ്ടായിട്ടിപ്പം. ഒരു കൊച്ച് എൻ്റെ ഫ്രണ്ടിൽ കൂടി പോവാണ്. അപ്പം ആ കൊച്ചിനോട് പറയണം, വേഗം പോടാ മോനെ, വേഗം പോടാന്ന്. ആ കൊച്ച് അറബിയാണ്. എന്നിട്ട് ആ കൊച്ചിനോട് ഇരുന്നിട്ട് വേഗം പോടാന്ന്. ആ കൊച്ചിന് വല്ലതും മനസ്സിലാവണ്ട. നടക്ക് പവറാവട്ടെ. നടക്കൽ ടീംസ് ഇതേ ഒരേ റൗണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിച്ചു ഇവിടെ മണ്ണിൽ ഒരേ റൗണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിച്ചുക്കുട്ടൻ മണ്ണിലിരുന്ന് കളി തുടങ്ങി. വിച്ചുക്കുട്ടൻ മണ്ണിൽ കളിക്കണം. അപ്പം ഞാനും കുറച്ചു നേരം വിച്ചുക്കുട്ടൻ്റെ കൂടെ മണ്ണിലിരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. വിച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ കേട്ടോ മമ്മിക്ക് വേണ്ടി. കണ്ട ബോട്ടിൽ മണ്ണ് നിറച്ച് സ്ട്രോ ഒക്കെ ഇടുന്നുണ്ട്. എന്ത് ജ്യൂസാണ് വിച്ചു ഉണ്ടാക്കിയേക്കണേ? എന്ത് ജ്യൂസാ? എന്ത് മഞ്ച് ജ്യൂസാ? എന്നിട്ട് മഞ്ച് പോണോ അച്ഛൻ്റെ കൂടെ? വേണ്ട, മഞ്ച് ജ്യൂസ് അതാ. കാശ് എത്രയാ? ഓ 50 രൂപ അവൻ്റെ ജ്യൂസിന്. 50 രൂപ ചേട്ടാ. ഓ ജ്യൂസ് കിട്ടി. വിച്ചുവിൻ്റെ ജ്യൂസാണ്. 50 രൂപയുടെ ജ്യൂസാണ്. ജ്യൂസിൻ്റെ പേരെന്താ? ഓ ഇപ്പം സ്ട്രോബെറി ആയിട്ടാണ്. 50 രൂപ കൊടുത്തപ്പോൾ സ്ട്രോബെറി ജ്യൂസായി. സൂപ്പർ ടേസ്റ്റി.
അങ്ങനെ വിച്ചുക്കുട്ടൻ്റെ നടത്തം കഴിഞ്ഞ് നടത്തം കഴിഞ്ഞെന്ന് വിച്ചുക്കുട്ടൻ്റെ കളി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുവാണ്. അവരെ നടപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വിച്ചു എന്നിട്ട് കഴിച്ചേ? ചായ കുടിച്ചു. പിന്നെ ചായയുടെ ഒപ്പം എന്നിട്ട് വേറെ കഴിച്ചത് എന്നിട്ടാ ദോശയൊക്കെ കഴിച്ചു. ഞങ്ങള് ഫുഡ് കഴിച്ചു. ഞങ്ങളത് ഇനി വണ്ടിയിലൊന്ന് ജസ്റ്റ് പോയി പമ്പിൽ പോയി പെട്രോൾ അടിക്കും. തിരിച്ച് നമ്മൾ റൂമിൽ പോവും, കിടന്നുറങ്ങും. ഏട്ടന് നാളെ എന്താ പരിപാടി? ഏട്ടന് പിന്നെ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാല് മോർണിംഗ് ഫുൾ ക്രിക്കറ്റും പരിപാടിയൊക്കെയാണ് നാളെ. അപ്പോൾ ക്രിക്കറ്റൊക്കെ കഴിഞ്ഞ് ആളെ ഒരു 10-11 മണി ആകുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ സീ യു. ഇനി നമ്മുടെ വിച്ചുവിൻ്റെ ബൈ കൂടി കേൾക്കാം. വിച്ചു ബൈ.